ഇന്ന് ലോകം ഭരിക്കുന്നത് ഇൻട്രോവേർട്ടുകളാണ്, അന്തർമുഖരാണ്, എക്സ്ട്രോവേർട്ടുകളല്ല. അതായത് എക്സ്ട്രോവേർട്ടുകൾ ലോകം ഭരിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം കഴിഞ്ഞു. ഇന്ന് ഡിജിറ്റൽ യുഗം ഉൾപ്പെടെയുള്ള ആ ഡിജിറ്റൽ സ്പേസിൽ അത് ഭരിക്കുന്നത് ഇൻട്രോവേർട്ടുകളാണ്. അതായത് സോഷ്യൽ ഓക്വേർഡ്നെസ്, ADHD, ഡിസ്ലെക്സിയ, ഡിസ്ഗ്രാഫിയ തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നുപോയിട്ടുള്ള സ്കൂൾ ഡ്രോപ്പ് ഔട്ട്സ് ഉണ്ടല്ലോ, അവരാണ് ഇന്ന് യഥാർത്ഥത്തിൽ ലോകം ഭരിക്കുന്നത്. ലോകത്തിലെ അതിസമ്പന്നരായിട്ടുള്ള 100 വ്യക്തികളെ എടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാക്കും അവരിലൊക്കെ എന്തൊക്കെയോ ഡെഫിഷ്യൻസീസ് ഉണ്ടായിട്ടുണ്ട്. അവർ സ്കൂൾ ഡ്രോപ്പ് ഔട്ട്സ് ആണ്, പഠനത്തിൽ ശ്രദ്ധിക്കാൻ കഴിയാത്തവരാണ്, സമൂഹം അവരെ അകറ്റി നിർത്തിയവരാണ്, സാമൂഹ്യ ബന്ധങ്ങൾ ഉണ്ടാക്കാൻ കഴിവില്ല എന്ന കാരണത്താൽ സമൂഹം മാറ്റി നിർത്തിയ ആളുകളാണ് ഇന്ന് ലോകം ഭരിക്കുന്നത്. ലോകത്തിലെ അതിസമ്പന്നന്മാർ എലോൺ മസ്ക് മുതൽ ആ ലിസ്റ്റ് അൺലിമിറ്റഡ് ആണ്. ലോകത്തിലെ അതിസമ്പന്നന്മാരുടെ ലിസ്റ്റ് പരിശോധിച്ചാൽ അതിൽ 99% ആളുകൾ ഇൻട്രോവേർട്സ് ആണ്. സമൂഹത്തിൽ നിന്ന് അകറ്റി നിർത്തിയിട്ടുള്ള ആളുകൾ ആണ് ഇന്ന് ലോകം ഭരിക്കുന്നത്. അപ്പം നിങ്ങൾ ഒരു ഇൻട്രോവേർട്ട് ആണെങ്കിൽ ചിന്തിക്കുക, നിങ്ങളുടെ ചേട്ടന്മാരാണ് ഇന്ന് ലോകം ഭരിക്കുന്നത്. ഇൻട്രോവേർട്ടുകൾ എക്സ്ട്രോവേർട്ടുകളെ കൊണ്ട് പണിയെടുപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ, സമൂഹം നിങ്ങളെ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ ഓർക്കുക, നിങ്ങളുടെ ചേട്ടന്മാരാണ് ഇന്ന് ലോകം ഭരിക്കുന്നത്. സോ ഇറ്റ്സ് എ പവർ ഓഫ് ദ ഇൻട്രോ